റബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ വലിയൊരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമുറി സവാള ഇട്ടെടുത്തിട്ടുള്ളത്. ഒരു സവാള മുഴുവൻ വേണ്ട, ചെറിയൊരു സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. മൈദമാവ് ഒക്കെ സാധാരണ ഉള്ളിവടക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ മൈദമാവാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ലൂസാവുകയും ചെയ്യരുത്, നന്നായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യാതെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകും, ഇച്ചിരി അത്യാവശ്യം എരിവുള്ള പച്ചമുളകും ഒരു ഉള്ളിയുടെ കഷ്ണം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചമ്മന്തി രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു തേങ്ങയുടെ ചമ്മന്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറിനൊക്കെ കൂട്ടുന്ന തേങ്ങയുടെ ചമ്മന്തിയില്ലേ, പുളി കൂട്ടരുത്, പുളി കൂട്ടാത്ത ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നടു പൊളിച്ചിട്ട് അത് നടുകെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞക്കുരു നമുക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചമ്മന്തിയും ഈ മഞ്ഞയും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഉടച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിതാ വെള്ളം മാറ്റിയിട്ട് ആ മഞ്ഞയിലേക്ക് മാത്രം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്ക് ചമ്മന്തി കിട്ടിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കണം. നല്ലപോലെ മിക്സ് ആവുന്നവരെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. ഞാൻ ഒരു സ്പൂണിൻ്റെ ഇത് തവി വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചമ്മന്തിയും മുട്ടയുടെ മഞ്ഞയും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബജി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മറ്റേത് നമ്മൾ ഉള്ളിൽ മഞ്ഞ കുരു മാത്രമല്ല ഉണ്ടാവുക. ഇപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ചമ്മന്തിയും എല്ലാ എരിവും ഒക്കെ കൂടിയുള്ള നല്ലൊരു ചമ്മന്തിയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല രുചിയാണ് ഈ ബജി കഴിക്കാൻ. അപ്പോൾ ഞാനിതാ ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അടിവശം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മറ്റേ വശം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ പിന്നെ നന്നായിട്ട് ചൂടായ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊരിച്ച് മാറ്റി വെക്കാം കേട്ടോ. പെട്ടെന്നാവട്ടോ. ഒരു 3-4 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ രീതിയിൽ നമുക്ക് മുട്ട ബജി നല്ല ടേസ്റ്റോട് കൂടെ ഉണ്ടാക്കാം കേട്ടോ. കടയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മുട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ തേങ്ങ ചമ്മന്തി ഇട്ടിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അതും കൂടി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി മുട്ടയുടെ ബജി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെ 4 മണിക്കൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഞാനുണ്ടാക്കിയ പോലെ ഒന്ന് ബജി ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരാം കേട്ടോ.